ഒരു ഉന്നത പോലീസുകാരൻ തന്റെ ബാഡ്ജ് ഒരു യാചകന്റെ തുണിത്തരങ്ങൾക്ക് പകരം നൽകുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ ടീം അവരുടെ യഥാർത്ഥ കടമ തിരിച്ചറിയുമോ, അതോ മനുഷ്യത്വത്തിന്റെ ആത്യന്തിക പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടുമോ? ഈ കഥ മറക്കാനാവാത്ത ഒരു പാഠം വെളിപ്പെടുത്തുന്നു. നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ ഒരു മനുഷ്യൻ ഇരുന്നു, ജീവിതത്തിലെ കുഴപ്പങ്ങൾ നിറഞ്ഞ കാഴ്ചകളിൽ ലയിച്ചു. അവന്റെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞതും പൊടിപിടിച്ചതുമായിരുന്നു, മുഖത്ത് കറ പുരണ്ടിരുന്നു. നിശബ്ദമായി അപേക്ഷിച്ചുകൊണ്ട് അവന്റെ കൈ നീട്ടി. മിക്ക ആളുകളും തിടുക്കത്തിൽ കടന്നുപോയി. ചിലർ കണ്ണുതുറന്നു, മറ്റുള്ളവർ അദൃശ്യനെപ്പോലെ അവഗണനയോടെയുള്ള നോട്ടങ്ങളുമായി. പക്ഷേ ഈ മനുഷ്യൻ അയാൾ പോലെ തോന്നുന്ന ആളല്ലായിരുന്നു. കീറിപ്പറിഞ്ഞ പുറംഭാഗത്ത് ഒരു മുതിർന്ന പോലീസുകാരൻ അസാധാരണമായ ഒരു പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു, തന്റെ ടീമിന്റെ മനുഷ്യത്വവും ജാഗ്രതയും അളക്കാൻ രൂപകൽപ്പന ചെയ്ത ഒന്ന്. തന്റെ കർശനതയ്ക്കും സമർപ്പണത്തിനും പേരുകേട്ട ഉദ്യോഗസ്ഥൻ, തന്റെ ടീം വളരെ നടപടിക്രമങ്ങൾ പാലിക്കുന്നവരായി മാറിയെന്നും അവരുടെ ബാഡ്ജ് പ്രതീകപ്പെടുത്തുന്ന സഹാനുഭൂതി നഷ്ടപ്പെട്ടുവെന്നും ആശങ്കാകുലനായിരുന്നു. കണ്ടെത്തുന്നതിന് നഗരത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട വ്യക്തികളുടെ ഷൂസിലേക്ക്, അതിന്റെ നടപ്പാതകളിൽ കൈവശം വച്ചിരുന്ന യാചകരുടെ ഷൂസിലേക്ക് കാലെടുത്തുവയ്ക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവരിൽ ഒരാളായി വേഷം മാറി, തന്റെ പരീക്ഷണ കേന്ദ്രമായി ഒരു മാർക്കറ്റിന് സമീപമുള്ള തിരക്കേറിയ ഒരു കവല അദ്ദേഹം തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ടീം പതിവായി പട്രോളിംഗ് നടത്തിയിരുന്ന സ്ഥലം. മണിക്കൂറുകൾ കടന്നുപോകവേ, ഭാഗ്യമില്ലാത്തവർ അനുഭവിക്കുന്ന നിസ്സംഗതയും ക്രൂരതയും ആ ഉദ്യോഗസ്ഥന് ദിവസേന അനുഭവപ്പെട്ടു. ആളുകൾ അയാളെ കടന്നുപോയി, ചിലർ അപമാനിച്ചു, മറ്റുള്ളവർ അയാൾ ഉണ്ടെന്ന് ശ്രദ്ധിക്കാതെ തന്നെ. മൂർച്ചയുള്ള സ്യൂട്ട് ധരിച്ച ഒരു ബിസിനസ്സുകാരൻ കണ്ണിൽ നോക്കാതെ നടന്നു. ഒരു കൂട്ടം കൗമാരക്കാർ ചിരിച്ചുകൊണ്ട് ദൂരെ നിന്ന് ചൂണ്ടിക്കാണിച്ചു. വിശപ്പ് അവനെ കടിച്ചുകീറി. സൂര്യൻ നിഷ്കരുണം അടിച്ചു. കട്ടിയുള്ള നടപ്പാതയിൽ ഇരുന്നതിനാൽ അവന്റെ കാൽമുട്ടുകൾ വേദനിച്ചു. എന്നിട്ടും അവന്റെ ടീമിലെ ആരും അവനെ പരിശോധിക്കാൻ നിന്നില്ല. അവർ ഇടയ്ക്കിടെ പ്രദേശത്ത് ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിലും. നിരവധി മണിക്കൂറുകൾക്ക് ശേഷം ഒടുവിൽ ഒരു കോൺസ്റ്റബിൾ അടുത്തേക്ക് വന്നു. ഒരു നിമിഷം തന്റെ പരിശോധന വിജയിച്ചുവെന്ന് ഓഫീസർ കരുതി. പക്ഷേ സഹായം വാഗ്ദാനം ചെയ്യുന്നതിനുപകരം കോൺസ്റ്റബിൾ മുഖം ചുളിച്ചു പോകാൻ ഉത്തരവിട്ടു. തിരക്കേറിയ ഒരു നടപ്പാതയിൽ താമസിച്ചതിന് അവനെ ഒരു ശല്യമായി വിളിച്ചു. ഓഫീസർ തന്റെ വേഷം മാറി, വിശപ്പും ക്ഷീണവും കുറിച്ച് പിറുപിറുത്തു. പക്ഷേ കോൺസ്റ്റബിൾ അവനെ അവഗണിക്കുന്ന രീതിയിൽ കൈവീശി നടന്നുപോയി. നിരാശനായി വേഷം മാറിയ ഉദ്യോഗസ്ഥൻ തന്റെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചുകൊണ്ട് പിന്നിലേക്ക് ഇരുന്നു. പിന്നീട് വൈകുന്നേരം അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അത്ഭുതകരമായ നിമിഷം സംഭവിച്ചു. പട്രോളിംഗിലുണ്ടായിരുന്ന ഒരു യുവ ജൂനിയർ ഓഫീസർ സമീപത്തു നിന്നു. ഭിക്ഷക്കാരനെ ശകാരിക്കുന്നതിനോ മറ്റുള്ളവരെപ്പോലെ അവനെ അവഗണിക്കുന്നതിനോ പകരം ജൂനിയർ ഓഫീസർ കുനിഞ്ഞുനിന്ന് യഥാർത്ഥ ആശങ്കയോടെ ആ മനുഷ്യന്റെ കണ്ണുകളെ നോക്കി. അയാൾ സൗമ്യമായി ചോദിച്ചു, "സുഖമാണോ ബാബ? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ?" ഓഫീസർ സ്വഭാവത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് താൻ ദിവസം മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു മടിയും കൂടാതെ ജൂനിയർ ഓഫീസർ തന്റെ പായ്ക്ക് ചെയ്ത ഉച്ചഭക്ഷണം നൽകി. അടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് പോയി ഒരു ചൂടുള്ള ചായ വാങ്ങി. ഈ ദയയുടെ പ്രവൃത്തിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ വികാരഭരിതനായി. നിസ്സംഗതയുടെ കടലിൽ ഇരുണ്ട മേഘങ്ങൾക്കിടയിലൂടെ തുളച്ചുകയറുന്ന ഒരു പ്രകാശകിരണം പോലെ ഈ ഒരു പ്രവൃത്തി വേറിട്ടുനിന്നു. അത് സഹാനുഭൂതി ഇപ്പോഴും സജീവമാണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു, അപൂർവമാണെങ്കിൽ പോലും. പരീക്ഷണത്തിനൊടുവിൽ സീനിയർ ഓഫീസർ സ്റ്റേഷനിൽ തിരിച്ചെത്തി ഒരു അടിയന്തര മീറ്റിംഗിന് വിളിച്ചു. പോളിഷ് ചെയ്ത യൂണിഫോമിൽ തന്റെ ടീമിന്റെ മുന്നിൽ നിന്ന അദ്ദേഹം തന്റെ ദിവസത്തെക്കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തി. തന്റെ അനുഭവം, ചിലരുടെ നിസ്സംഗതയും മറ്റുള്ളവരുടെ മനുഷ്യത്വവും വിവരിക്കുമ്പോൾ മുറിയിലെ മുഖങ്ങൾ ഞെട്ടലോടെ വിളറി. ജൂനിയർ ഓഫീസറെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുകമ്പയെ പ്രശംസിക്കുകയും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനപ്പുറം അവരുടെ കടമ വ്യാപിച്ചിരിക്കുന്നുവെന്ന് ടീമിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിലെ ഓരോ അംഗത്തെയും പദവി പരിഗണിക്കാതെ സേവിക്കുന്നതിനെയും സംരക്ഷിക്കുന്നതിനെയും കുറിച്ചായിരുന്നു അത്. പാഠം ആഴത്തിൽ പ്രതിധ്വനിച്ചു, ടീമിൽ ഒരു മുദ്ര പതിപ്പിച്ചു. ആ സംഭവം വകുപ്പിനുള്ളിൽ മാത്രമല്ല, സമൂഹത്തിലുടനീളം പങ്കിട്ട ഒരു കഥയായി മാറി. യഥാർത്ഥ കടമ ദയയിലും ധാരണയിലും വേരൂന്നിയതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. മുതിർന്ന പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ ടീമിനെ പരീക്ഷിക്കുക മാത്രമല്ല, സഹാനുഭൂതിയുടെ ശക്തിയിലുള്ള സ്വന്തം വിശ്വാസത്തെ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്ത ഒരു ദിവസമായിരുന്നു. കഥ കേട്ടവർക്ക് മറ്റുള്ളവരിലെ മനുഷ്യത്വം, അവർ എത്ര അദൃശ്യമായി തോന്നിയാലും ഒരിക്കലും അവഗണിക്കരുതെന്ന ആഹ്വാനമായിരുന്നു അത്. സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായി മാറി തന്റെ ടീമിനെ പരീക്ഷിച്ച ഒരു പോലീസുകാരന്റെ ശക്തമായ കഥയായിരുന്നു അത്. ഇതുപോലുള്ള ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? താഴെയുള്ള അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, കൂടുതൽ പ്രചോദനാത്മകവും ചിന്തോദ്ദീപകവുമായ ഉള്ളടക്കം വേണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു അപ്ഡേറ്റും നഷ്ടപ്പെടുത്താതിരിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.
അടുത്ത തവണ വരെ ജിജ്ഞാസയും ദയയും പുലർത്തുക.